CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് എല്ലാ കണ്ണുകളും നീണ്ടത് നവകേരള നയരേഖയിന്മേലുള്ള ചർച്ചയിലേക്കാണ്. സമ്മേളനത്തിന്റെ ഒന്നാം ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ പലതുകൊണ്ടും CPIMൽ അപൂർവതയായിരുന്നു. പ്രത്യയശാസ്ത്ര വിശകലനങ്ങൾക്കും തർക്കങ്ങൾക്കും അപ്പുറം മൂന്നാം തവണയും തുടർഭരണം നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഊന്നിയായിരുന്നു ഈ നയരേഖ. എന്താണ് ഈ നയരേഖയുടെ ഉള്ളടക്കം എന്ന് നമ്മൾ വിശദമായി നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിനുള്ള വിഭവ സമാഹരണ പദ്ധതി എന്നാണ് ഒറ്റവാചകത്തിൽ പാർട്ടി നയരേഖയെ വിശദീകരിക്കുന്നത്. കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് യുവാക്കളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം തടയുക, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേതിന് സമാനമായ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കൊണ്ടുവരിക, വൻകിട സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ നിയമങ്ങളിലും ചട്ടങ്ങളിലും വേണ്ട മാറ്റം വരുത്തുക, സെസ്സുകളും ഫീസുകളും ചുമത്തി അധിക വരുമാനം സമാഹരിക്കുക എന്നിങ്ങനെയാണ് CPIMന്റെ പദ്ധതി. പ്രവർത്തന റിപ്പോർട്ടിനും സംഘടനാ റിപ്പോർട്ടിനും അപ്പുറം വാർത്താ പ്രാധാന്യം ഇത്തവണ കിട്ടിയത് നയരേഖയ്ക്ക് ആണ്. എങ്ങനെയാണ് വികസന നയരേഖയെ സമ്മേളന പ്രതിനിധികൾ നോക്കിക്കണ്ടത്? വിശദമായി നമുക്ക് നോക്കാം. സംസ്ഥാന സമ്മേളനത്തിൽ നയരേഖയിന്മേൽ ചർച്ച നടക്കാനിരിക്കെ അതിനു മുമ്പ് തന്നെ ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വലിയ സൂചന നൽകിയിരുന്നു. കുതിപ്പിന് കരുത്തേകാൻ എന്ന തലക്കെട്ടിൽ MV ഗോവിന്ദൻ എഴുതിയ ലേഖനം നയരേഖയെ പൂർണ്ണമായും പിന്തുണച്ചു. രേഖയിലെ നിർദ്ദേശങ്ങൾ കാര്യമായ എതിർശബ്ദമോ വിയോജിപ്പോ പാർട്ടിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമായിരുന്നു ഇത്. ചർച്ചയിലും ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു സന്ദേശം. സാധാരണ ഇത് പതിവില്ലാത്തതാണ്. ഒരു ചർച്ചയ്ക്ക് മുന്നേ ഉള്ള രേഖയിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന വ്യക്തമായ സന്ദേശം MV ഗോവിന്ദൻ നൽകിക്കൊണ്ടാണ് ഈ ദേശാഭിമാനിയിൽ ഇങ്ങനെ ലേഖനം വന്നത്. സെസ്സും ഫീസും പിരിക്കാനുള്ള ഒരു പദ്ധതിയാണ് നയരേഖ എന്ന പ്രതീതി ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രധാന വിമർശനം. ജനങ്ങളുടെ മേൽ വലിയ ഭാരം അടിച്ചേൽപ്പിക്കാനല്ല പദ്ധതി, അടിസ്ഥാന വിഭാഗത്തെ ചേർത്ത് പിടിക്കും, ഉയർന്ന വരുമാനക്കാർക്ക് ചില മേഖലകളിൽ പ്രത്യേക ഫീസുകൾക്ക് സാധ്യത ആലോചിക്കണം എന്ന് മാത്രമാണ് രേഖ പറയുന്നത് എന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട്. അതായത് പ്രത്യേക വിഭാഗങ്ങൾക്കാണെങ്കിലും ഫീസും സെസ്സും ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിനും പാർട്ടി പിന്തുണയുണ്ട് എന്ന് സാരം. അപൂർവത തന്നെയാണ് ഇങ്ങനെ ഒരു നയരേഖ. ഒപ്പം ആ നയരേഖയിൽ ചർച്ചയ്ക്ക് മുമ്പ് ഈ വിധത്തിൽ അഭിപ്രായം പറയുന്നത്. ഇന്ന് 4 മണിക്കൂർ സമയം നവകേരള രേഖ സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ ചർച്ച ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ രേഖയ്ക്ക് സമ്മേളന പ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ തന്നെയാണ് കിട്ടിയത്. ആ സന്ദേശം തന്നെയാണ് സെക്രട്ടറി കൊടുത്തിരുന്നതും. എന്നാൽ ആശങ്കകൾ പരിഹരിച്ചു വേണം മുന്നോട്ട് പോകേണ്ടതെന്ന് പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു. സെസ്സും ഫീസും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കും എന്നും ചില പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു. കോഴിക്കോട് നിന്നുള്ള പ്രതിനിധി KT കുഞ്ഞിക്കണ്ണൻ വികസന രേഖയിൽ സംശയം ഉന്നയിച്ചു. പാർട്ടി ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ നവകേരള രേഖയെന്ന് പരിശോധിക്കണം. നവ ഉദാരവൽക്കരണമെന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതിൽ ജാഗ്രത വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊതുവിൽ യോജിക്കുമ്പോഴും നടപ്പാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന നിലയിലായിരുന്നു ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. നയരേഖയ്ക്ക് സമ്മേളനത്തിൽ ലഭിച്ചത് വലിയ സ്വീകാര്യതയെന്ന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. നവകേരള നിർമ്മാണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രതിനിധികൾ ഓർമ്മപ്പെടുത്തി. ഒപ്പം മാധ്യമങ്ങൾക്ക് വലിയ വിമർശനവും ഉണ്ടായി. കേരളത്തിന്റെ മുന്നോട്ടുള്ള വഴി ഒരു വിഭാഗം മാധ്യമങ്ങൾ തടയുകയാണ് എന്ന ഗുരുതരമായ വിമർശനം മാധ്യമങ്ങൾക്കെതിരെ പാർട്ടി സെക്രട്ടറി ഉയർത്തി. എനിക്കെതിരായിട്ട് ഒരു വ്യക്തിപരമായ അറ്റാക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പരാമർശങ്ങൾ
അത് അങ്ങനെയല്ല, മാധ്യമ വാർത്തകൾ തെറ്റാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന പൊതു ചർച്ചയിൽ തെറ്റുകൾ തിരുത്താനുള്ള പാർട്ടി പ്ലീനങ്ങൾ ഇതുവരെ ഫലം കണ്ടില്ല എന്ന വിമർശനവും വന്നിരുന്നു. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള തടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്ന് ചില പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാലുമാറാൻ ഇടയുള്ള ചിലർ ഇനിയും ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പും പ്രതിനിധികൾ കൊടുത്തു. PV അൻവറിൻ്റെയൊക്കെ കാര്യം മനസ്സിൽ വച്ചായിരിക്കും ഒരു പക്ഷേ പ്രതിനിധികൾ ഇത്തരത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവുക. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കടുത്ത വിമർശനത്തിന് വിധേയനായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സെക്രട്ടറിയുടെ ചില പ്രതികരണങ്ങളും വിശദീകരണങ്ങളും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്നു എന്ന വിമർശനം ഉയർന്നു എന്നാണ് വാർത്ത വന്നത്. എന്നാൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉയർന്നിട്ടില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. നവകേരള നിർമ്മാണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന കാര്യം സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. ഈ ബൈറ്റുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചപ്പോൾ ചെറുതായി ഒന്ന് മാറിപ്പോയി, പ്രേക്ഷകർ ക്ഷമിക്കണം. അദ്ദേഹം നയരേഖയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണിത്. അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്ന ബൈറ്റും നമ്മൾ കുറച്ചു നേരത്തെ കാണിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സാധാരണ ഉയരാറുള്ള വിമർശനങ്ങൾ സർക്കാരിനോ പാർട്ടിക്കോ എതിരെ ഇക്കുറി ഉയർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. LDF സർക്കാർ ആവർത്തിക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, അതേ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇത്തവണ CPIM സമ്മേളനത്തെ പൊതുവിൽ നയിച്ചത്. പക്ഷേ മന്ത്രിമാരിൽ ചിലർ നിശിതമായ വിമർശനങ്ങൾക്ക് വിധേയരാകുന്നതും നമ്മൾ കണ്ടു. എങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിനോ മുഖ്യമന്ത്രിക്കോ എതിരെ ഒരു വിമർശന ശബ്ദം പോലും കൊല്ലത്ത് നിന്ന് ഉയർന്നില്ല. സ്വകാര്യ നിക്ഷേപം വികസന മുദ്രാവാക്യം ആവർത്തിച്ച് ഉയർത്തി പരമാവധി സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളതിലൂന്നിയുള്ള ചർച്ചകളാണ് നടന്നത്. ഇതിലേക്ക് മുഴുവൻ ശ്രദ്ധയും അങ്ങനെ തുടർ ഭരണം നേടുക, പരമാവധി നിക്ഷേപങ്ങൾ ഇവിടേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള ചർച്ചകളായിരുന്നു കൂടുതലും നടന്നത്. വിമർശനങ്ങളിലുപരി അതാണ് നടന്നത്. എങ്കിൽ പോലും മന്ത്രിമാർക്ക് വിമർശനമേൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ പ്രധാനമായും പറയേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും വന്നില്ല. മാത്രമല്ല അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ഉയർന്ന ഒരു പൊതു അഭിപ്രായം ഈ വിവാദങ്ങളോടെല്ലാം. ഈ തുടർ ഭരണം എന്ന ഒറ്റ ഊന്നലിലാണ് CPIM സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകൾ പൂർത്തിയായത്. നവകേരള രേഖയിന്മേൽ നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി നാളെയാണ് മറുപടി പറയുക. തീർത്തും അപ്രതീക്ഷിതമായ ചില യുവ പ്രാതിനിധ്യങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും എന്നാണ് വിവരം. ഏതായാലും പ്രായപരിധി നിബന്ധനയിൽ ആരെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും, പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേർക്ക് ഇളവുണ്ടാകുമോ, അതെല്ലാം അറിയാൻ ഇനി ഒരു ദിവസം കൂടിയുണ്ട്. ഉറപ്പായും നാളെ രാഷ്ട്രീയ കേരളം കൊല്ലത്തേക്ക് ഉറ്റുനോക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ കൂടിയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രനാണ് കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്നും ചേരുന്നത്. മഹേഷ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആരൊക്കെ പുതുതായി ചേർക്കപ്പെടും, ആരൊക്കെയായിരിക്കും ഒഴിവാക്കപ്പെടുക, ഇതാണ് പ്രധാനമായും നാളെ അറിയാൻ എല്ലാവരും കൊല്ലത്തേക്ക് കണ്ണും കാതും നട്ട് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ഒപ്പം ഈ നയരേഖ സംബന്ധിച്ച് നടന്ന ചർച്ച, അതിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന്?
ലക്ഷ്മി, ഇക്കാര്യത്തിൽ നയരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ സ്വാഗതാർഹമായ സമീപനം തന്നെയാണ് പ്രതിനിധികളുടെ നിന്ന് ഉണ്ടായത്. എല്ലാ ജില്ലകളിലെ പ്രതിനിധികൾ പൊതുവെ സ്വാഗതാർഹമാണ് നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നയരേഖ എന്ന തരത്തിൽ സ്വാഗതം ചെയ്യുന്ന വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അതേസമയം ചില ആശങ്കകൾ ഉയരുകയും ചെയ്തു. ആ ആശങ്ക പ്രധാനമായും ഉന്നയിച്ചത് കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണനാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ പാർട്ടി ലൈനിൽ നിന്ന് മാറുന്നുണ്ടോ ഇത്തരത്തിലേക്കുള്ള നവ ഉദാരവൽക്കരണ മാതൃകകളിലേക്ക് പോകുന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്ന തരത്തിലേക്ക് ചില വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ പാർട്ടി ലൈൻ തന്നെ ആണോ ഇത് എന്ന സന്ദേഹം, ആ ആശങ്ക ദൂരീകരിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിൽ സെസ് അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സംശയം തോന്നാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വ്യക്തത വരുത്തണമെന്നാണ് അദ്ദേഹം ഉന്നയിച്ച കാര്യം. എല്ലാവരും ഒന്നടങ്കം ഈ പുതിയ നയരേഖയെ സ്വാഗതം ചെയ്യുകയും അത് പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു ദീർഘകാല കാഴ്ചപ്പാടുള്ള വികസന പ്രക്രിയയുടെ രേഖയാണ് എന്ന വിലയിരുത്തലാണ് പൊതുവെ അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ വികസന രേഖ LDF-ൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്ന് പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുകയും ചെയ്തു. ജനവിരുദ്ധമാകുന്നൊരു സമീപനവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഇന്നൊരു മറുപടിയും മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. അത് മാധ്യമപ്രവർത്തകർ മറുപടി മാത്രമല്ല, ഈ ഒരു ആശങ്ക ഉയർന്ന സാഹചര്യം, ആ സാഹചര്യത്തിനുള്ള മറുപടി കൂടിയാണ്. വികസനം മുന്നോട്ട് വരുമ്പോൾ അത് ജനവിരുദ്ധമാകരുതെന്നും അടിസ്ഥാനവർത്തം നിൽക്കണമെന്നുമാണ് പ്രതിനിധികൾ പ്രധാനമായും പറഞ്ഞത്. അങ്ങനെ തന്നെ CPM ചെയ്യുകയുള്ളൂ. ഏകപക്ഷീയമായ തീരുമാനം നടപ്പിലാക്കില്ല. ജനങ്ങളുടെ സമ്മതത്തോടെ തന്നെയായിരിക്കും ഇക്കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊല്ലത്തെ സമ്മേളന നഗരിയിൽ നിന്ന്.